Welcome back to our channel, the 1989s. Appam inna nammal കടകളിലൊക്കെ ഹോട്ടൽസിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ട്, ഊത്തപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഊത്തപ്പം നമ്മൾ ദോശയിലാണ് കഴിക്കാറ് സാധാരണ. പക്ഷേ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ആ ഊത്തപ്പം നമുക്ക് എങ്ങനെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ബ്രെഡ് ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. വളരെ ഈസിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ഊത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തൈരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബൗളെടുത്ത് ഈ 1/2 കപ്പ് റവ, വറുത്ത റവയോ വറക്കാത്ത റവയാലും കുഴപ്പമില്ല കേട്ടോ, ഈ റവയുടെ അകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഇല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നല്ലപോലെ ഇതൊന്ന് സോക്കാക്കാൻ വേണ്ടി വെക്കണം. നമ്മളൊരു പുതിർത്തിയൊക്കെ വെക്കുന്ന പോലെ ഈ തൈര് നല്ലപോലെ റവയിൽ മിക്സ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കുക. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് 1 മണിക്കൂർ കഴിയുമ്പം നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഈ റവ നല്ലപോലെ തൈരിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് നല്ലപോലെ അടച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, കണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിന് വേണ്ട ഫില്ലിംഗ് ഒക്കെ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഞാനിവിടെ കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് നല്ല പോലെ സോട്ടായി നല്ല മിക്സായി വരണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന ഈ കൂട്ടിന് നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ എൻ്റെ ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത്രയും സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ, നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ആക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ റവ നിങ്ങൾ കണ്ടോ, ഇവിടെ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കട്ടിയായിട്ട് ഫുൾ തൈര് ഇതിൽ സോക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂണും കൂടി തൈര് ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഇതൊന്ന് ലൂസാക്കി എടുക്കും. എന്നിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൂടെ 1 ടേബിൾ സ്പൂണും കൂടി തൈര് ഒഴിക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഇപ്പം 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് മുഴുവൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറക്റ്റ് ഉപ്പുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ലൂസായിട്ട് നമുക്ക് നല്ല ആ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് കിട്ടും. ഇത്രയും മതി. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്രെഡ് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് നമുക്കിത് ഊത്തപ്പം പോലെ ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ചെയ്യുന്നത് ബട്ടറിലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലും ചെയ്യാം. ഇപ്പം ഞാൻ ബട്ടർ നല്ലപോലെ ഇട്ട് ഈ ബ്രെഡ് അതിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. കാരണം നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ മാവിൻ്റെ കൂട്ട് വെക്കുമ്പം ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. നല്ലപോലെ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഞാനൊരു കുറച്ച് ബട്ടർ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കമത്തി വേണം ഇടാനായിട്ട്. 1 at a time ചെയ്താൽ മതി. ഇത് നല്ലപോലെ കമത്തി ഇട്ടിട്ട് നമുക്കിത് മറിച്ചും തിരിച്ചു വിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ആയിട്ടുണ്ട്. അടിഭാഗം ഒന്ന് മുരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ നമ്മൾ ബാക്കി എടുത്തിരിക്കുന്ന പീസസും ചെയ്തെടുക്കണം. മറിച്ചിട്ട് നോക്കാം. രണ്ടാമത്തെ ആയിട്ടുണ്ട്. മൂന്നാമത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബാറ്റർ ഇനി ഇത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പീസ് ബ്രെഡും കൂടി ഞാൻ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും 2 പീസിനുള്ളതുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ അളവ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 5 പീസ് ബ്രെഡ് ഇതുപോലെ ഊത്തപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് നമ്മുടെ ബ്രെഡ് ഊത്തപ്പം? അടിപൊളിയല്ലേ? എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി.